അസ്സലാമു അലൈക യാ നൂറസ്സബാഹി. ഇനി പറയട്ടെ. വയൻജുസു ഖലീലുൽ മാഇ വഹുവ ദൂനൽ ഖുല്ലത്തൈനി. നല്ല ശ്രദ്ധിച്ചോളി. ഇനി നമ്മളിപ്പോ വീട്ടിലൊക്കെ അലക്കുമ്പോ, വീട്ടിലല്ലേ എവിടെ അലക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനമായ പോയിന്റ് ഉണ്ട്. 2 കൊല്ലത്തിൽ താഴെയുള്ള പാത്രത്തിലെ വെള്ളമാണെങ്കിൽ ഈ ഡ്രസ്സ് കൂടി അയക്കൊണ്ടിട്ട് ഇത് പെണ്ണുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട. ഇപ്പോ വീട്ടിലെ പണി പെണ്ണുങ്ങളൊന്നും എടുത്താൽ തീരാത്തോണ്ട് എന്ത് ചെയ്യും അല്ലേ? എല്ലാരും വെള്ളം കോരാനൊരു പെണ്ണിനെ അല്ലേ, വെള്ളം കോരാൻ ഒരു പെണ്ണിനെ ഏൽപ്പിച്ചോലോ അല്ലേ? അതിനെന്താ എന്തെങ്കിലും പേരുണ്ടാവും. പിന്നെ അലക്കല്, ഇതൊരു അരക്കല് മറ്റൊരു പെണ്ണിനെ ഏൽപ്പിച്ചില്ലേ? അരക്കല് ഇല്ല. ഇപ്പൊ അത് കഴിഞ്ഞ അലക്കലും പെണ്ണിനെ ഏൽപ്പിച്ചിട്ടോ. എന്നിട്ട് എന്താ ചെയ്യല്? ഈ LKG മുതല് അല്ലേ, സ്കൂൾ പോണ കുട്ടികളുണ്ടാവൂലേ, KG ക്ലാസ്സിലേക്ക് പറഞ്ഞയക്കണ പേരക്കുട്ടിയത് മുതല് വല്യമ്മാന്റെ നിസ്കാര കുപ്പായം ഉൾപ്പെടെ ഇതീക്കാണ് കൊണ്ടുപോയാണ് ചോമ്പോ. എന്നിട്ടോ കുറച്ച് പൊടിയാണ്ട് വെതറും, പിന്നെ വെള്ളമാണ് തിരിച്ചിട്ട് കൊടുക്കും, സ്വിച്ചാണ് ഉണ്ടാവും. അങ്ങനെ അരച്ച് പൊടിച്ചിട്ടുണ്ടാവും. കുറെ കഴിയുമ്പോൾ പോയി തുറന്നിടും. ചിലതൊന്നും ഇപ്പൊ ഓട്ടോമാറ്റിക്കാ. ഇപ്പൊ പെരക്കാരും അറിയില്ല എന്താ ഓട്ടോമാറ്റിക് വാങ്ങിക്കോളിട്ടോ, എന്നാ പിന്നെ അതിനും പോയി നോക്കണ്ടല്ലോ. അതും കൂടി ഓട്ടോമാറ്റിക് വാങ്ങിക്കോളിന്ന്. ഞമ്മളൊക്കെ ഓട്ടോമാറ്റിക് ആക്കാൻ പറയാ എന്നാന്ന് ആലോചിച്ചാൽ മതി. അതിന്റെ അപ്പുറം ആലോചിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അനുഭവമായിട്ട് പറയണേ, ഞാൻ ഇത് ഒരുപാട് കേട്ടതാണ്. അത് ഓട്ടോമാറ്റിക്. ഞാൻ ചോദിക്കട്ടെ, ഇതുകൊണ്ട് ശുദ്ധിയാവോ? ശുദ്ധിയാവൂല. അതാണ് ഇനി പറയാൻ പോണേ. 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളാണെങ്കിൽ നജസിന്റെ മുകളിൽ ഇങ്ങോട്ട് ഒഴിക്കാൻ പാടുള്ളൂ, നജസ് അങ്ങോട്ട് കൊണ്ടേയിടാൻ പാടില്ല. 100 വട്ടം ഒലിമ്പീന്ന് വെച്ചോളി. 100 വട്ടം. നമ്മളെ വാഷിംഗ് മെഷീനിൽ 200 ലിറ്റർ വെള്ളം കൊള്ളുവോ? ഒന്ന് പറയങ്ങളേ. 200 കൊള്ളൂല. കൊള്ളാത്ത സ്ഥിതിയിൽ 10 വട്ടം ഞാൻ ഒലിപ്പിക്കണേ. കാര്യണ്ടോ? ഇല്ല. ബക്കറ്റിലിട്ട് 10 വട്ടമിട്ട് മുക്കിക്കണേ. 10 ബക്കറ്റിലിട്ട് മുക്കിക്കണു. ഒരു കൊല്ലം 10 ബക്കറ്റിലെ വെള്ളം നെസായി. ഇതില് മൂത്രായി. കുട്ടിയാണ് മൂത്രം ഒഴിച്ചു. ഇനി കുട്ടിയല്ലേ നമ്മളെ തന്നെ അയക്കാം. എല്ലാം ഒരേ പ്രായം ഒരേ സമയമില്ലല്ലോ. നമ്മള് ഒരു ടൈം വരെ പിടിച്ചിക്കാൻ പറ്റും. അള്ളാഹു വലിയൊരു കൺട്രോൾ ചെയ്തിട്ടില്ലേ? അൽഹംദുലില്ലാ എന്ന് വെറുതെ പറയാൻ പറഞ്ഞല്ലോ അല്ലെ? മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, ഉഫ്റാനക അൽഹംദുലില്ലാ എന്ന് പറയാൻ പറഞ്ഞ വെറുതെ അല്ലല്ലോ. എന്നാലും അതിന് പ്രത്യേക ബട്ടൺ ഉണ്ടോ? ഞാൻ ഇപ്പൊ സ്വിച്ച് ഓൺ ആകുന്നു, അടന്ന് എന്ന് ട്രാൻസ്ഫോമർ ഓൺ ആക്കുക എന്ന് പറയണ്ടോ? സ്വിച്ച് ഇട്ടാന്ന് പറയില്ലല്ലോ. നമ്മളെ മനസ്സിൽ നിന്നാണ് വിചാരിക്കുന്നു, അപ്പാണ് പോകുന്നു. ഇല്ല, ഇപ്പൊ ഇവിടെ സന്ദർഭ സൗകര്യം ഇല്ല, മൂത്രമൊഴിക്കാൻ സ്ഥലം ഉണ്ടോ? ഇല്ല, എന്നാ പിന്നെ അപ്പുറത്താക്കാം തീരുമാനിച്ചല്ലോ. അതോടുകൂടി അവിടെ ആ ബുദ്ധിമുട്ട് നിന്നല്ലോ, അവിടെ ക്ലോസ് ആയി. പിന്നീട് അടുത്ത സ്ഥലത്ത് എത്തുമ്പോ വീണ്ടും ഒരു സിഗ്നൽ വരും. ഇപ്പൊ സൗകര്യം ഉണ്ടെങ്കിൽ ഓണായി. ഒരു തവണ അങ്ങനെ ശ്രദ്ധിക്കാണ്ട് എത്താൻ കഴിഞ്ഞില്ല. എന്തെങ്കിലും കാരണങ്ങളുണ്ടാവും. ചിലപ്പോ മൈൻഡ് പ്രശ്നം തന്നെയാണ് പ്രധാനമായിട്ടും ഉണ്ടാവുക. പിടിച്ചെടുക്കാൻ കഴിയില്ല, അങ്ങോട്ട് പോയി എന്ന് വെക്കുക. ഇത് പറയാതെ നമ്മൾ പെരയിൽ അലക്കാൻ കൊടുക്കാൻ പാടില്ല. അതിൽ നെജസ് അയക്കണെന്ന് പറയാതെ പെരയിലാണ്ട് അയച്ചിടും. ഈ കുപ്പായും അയക്കും, ബനിയനും അയക്കും, അതിന്റെ താഴെയുള്ളത് അയച്ചിട്ട് കൂട്ടത്തിലുണ്ടും. ഇവരെന്ത് ചെയ്യും? ബാപ്പാന്റെ അല്ലേ, ബാപ്പ വലിയ ഉസ്താദല്ലേ, ഒക്കെപ്പാടി കൊണ്ടുപോയിട്ട് അയക്കാണ്ടോ. എന്തായി? വെള്ളാണ്ട് തിരിച്ചാല് മുഴുവൻ നെജസായി. അപ്പൊ ഇത് വൃത്തിയാക്കാൻ നമുക്കറിയണം. അത് വേറെ കഴുകി പൈപ്പിന്റെ ചോട്ട് കാട്ടി അല്ലെങ്കിൽ വേറെ വെള്ളം ഒഴിച്ചിട്ട് കഴുകിയിട്ട് ശുദ്ധിയായിട്ട് എത്തിക്കിടാൻ പാടുള്ളൂ. നജസ് ഉള്ളതും ഇല്ലാത്ത ഒന്നിച്ച് പാടില്ല. ഇനി ഇതൊക്കെ അലക്കിയൊന്ന് ഒലുമ്പുമ്പോഴേ മേലൊന്ന് വെള്ളം പാരാൻ പറയണം. അതിനിപ്പോ ആ സ്ത്രീനെ ഏൽപ്പിക്കുകയാണെങ്കിൽ 30 എന്താവും പറ്റൂല. അപ്പൊ ഉണക്കണീക്ക് ഇങ്ങോട്ടിട്ടാലേ ഉണക്കിക്കിട്ട ഇല്ലല്ലോ. അതിന് ശേഷം പറയണ്ട എന്തൊക്കെ നജസ് നിങ്ങൾ എന്നും വരണം കേട്ടോ. അത് പറയണ്ടേ. മൂത്രം പൊടി മണ്ണല്ല, മൂത്രത്തെ കുറിച്ചപ്പോ ഞാൻ പറഞ്ഞത്. ഇനി എന്തൊക്കെയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാ തൊട്ടടുത്ത പാഠം അതാണ്. അതിന്റെ അടുത്ത അപ്പുറത്തെ പാഠം ഞാൻ അതാ വരുന്നത്. മനസ്സിലാവുണ്ടോ? ഇൻഷാ അല്ലാഹ് പറയാൻ പറ്റും. അപ്പൊ നജസ്സുകൾ ആയാല് വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇടരുത്. അതാ മനസ്സിലാവുണ്ടോ? ഖലീലുൽ മായി, 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം നജസ്സാകും.
ഓ മാതുൽ കുല്ലത്തേനി, കുല്ലത്തേനൊക്കെ നമ്മൾ കഴിഞ്ഞ് ചർച്ച ചെയ്തിരിക്കണത് കൊണ്ടാ. ഹൈതുലം യകുൻ വാരിദൻ, അത് ഒഴിക്കുന്നതായിട്ടില്ലെങ്കിൽ, വാരിദ് പറഞ്ഞാൽ അതിന്റെ മേലെ ഇങ്ങോട്ട് ഒഴിക്കണം കേട്ടോ. ബി ഉസൂലി നജസത്ത്, നല്ല ശ്രദ്ധിച്ചോളി, എത്ര ആവണമെന്ന് നല്ല ശ്രദ്ധിച്ചു. ഞാൻ അത് വെറുതെ പറയില്ല, ഇതിന് ഗൗരവം അറിയാൻ വേണ്ടി പറഞ്ഞാണ്. ഇത് പെരയിലെ പെണ്ണുങ്ങൾക്കും പറഞ്ഞു കൊടുക്കണം നമ്മള്, മനസ്സിലാവുണ്ടോ? ഞാൻ പലയിടത്തും പറയലുണ്ട്, എന്റെ ഭാര്യയോട് ഞാൻ പ്രത്യേകം പറയലുണ്ട്, ആ പെണ്ണത് കഴുകണം വൃത്തിയാക്കണം പോയൊക്കെ. നിലത്ത് മൂത്രായി ചത് വരുന്നുണ്ട്. നമ്മ ഇതൊക്കെ പറയണം. അതിനാണ് ഇപ്പൊ കാര്യമായിട്ട് നമ്മളിതില്ല, നമ്മളെ വീട്ടുകാർക്കും കിട്ടണതൊക്കെ. അപ്പൊ നിലത്ത് മൂത്രമായിട്ടുണ്ടാവും, ഒരു ശീലം കൊണ്ട് കൊണ്ടുപോയി തുടക്കും. അപ്പൊ പിന്നെ കുമ്പിട്ട് തുടക്കലില്ലല്ലോ, ഇല്ലല്ലോ, അത് മാറിയില്ലേ. കൊള്ളിയോണ്ട് തുടക്കല്ലേ. കൊള്ളിയോണ്ട് തുടച്ചുള്ള പ്രശ്നം എന്താ? ഈ വയറെന്നും ഒരു ചാടിയിട്ടുണ്ടാവും. അതുകൊണ്ട് അല്ല ഗർഭപാത്രത്തിൽ എന്നും മുഴ. കേട്ടില്ലേ നിങ്ങള്? കേട്ടില്ലേ? നിന്നിപ്പോ പരിപ്പ കാണുന്ന ഇളകി ചൂടാവണ്ട, ഇജ്ജ് ഇവിടെ കുമ്പിട്ട് തുടക്കായിട്ടാണ് അങ്ങനെ എങ്ങനെയെന്ന് പറയണ്ട. അന്ന് സാർവത്രികമായി പോയി. അങ്ങനെയാണ് അതിന്റെ സ്ഥിതി. അപ്പൊ എന്താ വെച്ചാല് അങ്ങനെ ഓരോന്നിനും ഓരോന്നാണേ. അപ്പൊ അതിങ്ങനെ എപ്പോഴും ചുങ്ങി ചുങ്ങി പോകുമ്പോ എന്താവും? ഗർഭപാത്രം പറ്റ ചെറുതായിട്ട് നിൽക്കും. അതിൽ പിന്നെന്താവില്ല, ഒന്നും അധികം പിടിച്ചു കാണുന്നു, നീരുകൾ കെട്ടി നിൽക്കാനേ ചാൻസ് ഉണ്ടാവില്ല. അപ്പൊ പിന്നെ മഴയാവൂല. ഇങ്ങനെ കെട്ടി നിന്നിട്ടാണ് മഴ ഉണ്ടാവും. ഒരു കാരണം ഉണ്ടോ, പല കാരണം കൊണ്ടും ഉണ്ടാവും. അതിപ്പോ ഉണ്ടാവുമ്പോ ഇനി പ്രത്യേകിച്ചും ഒന്നും വേണ്ടല്ലോ. അങ്ങനെയാണ് പല കാരണം ഉണ്ടോ, ഞാൻ എല്ലാം കൂടി പറയല്ല. അപ്പോ ഈ നജസ് നിലത്തായിട്ടുണ്ടോ, എന്നിട്ട് കൊള്ളിയോണ്ട് പിന്നെയും തുടക്കും, അല്ലെങ്കിൽ ശീലോണ്ട് പിന്നെയും തുടക്കും, പിന്നെയും തുടക്കും, പിന്നെയും തുടക്കും, പിന്നെയും തുടക്കും. 150 വട്ടം തുടച്ചാലും ശരിയാവില്ല. ശുദ്ധി ആകൂലെന്നാണ്. അപ്പൊ പിന്നെന്താ ചെയ്യേണ്ടത്? നമ്മൾ പഠിക്കേണ്ടിയാണ്, പഠിപ്പിക്കേണ്ടതാണ്. അതെ, നജസ് ആദ്യം വറ്റിച്ചെടുക്കണം. നജസ് ഉണങ്ങിയിട്ടില്ലെങ്കിൽ ആ നജസ് വറ്റിച്ചെടുക്കണം. അപ്പൊ ആദ്യം ശീലോണ്ട് കൊണ്ടൊരു മൂത്രം തുടച്ചെടുക്കണം. വേറെ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. മൂത്രം തുടച്ചെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ആ മൂത്രം നിന്നടുത്ത് മൂടുന്ന വെള്ളാണ്ട് വെച്ചു, ഒരു ഗ്ലാസ് കൊണ്ട് തുള്ളി വെള്ളാണ്ട് വെച്ചാൽ മതി. ഇനി ആ വെള്ളം തുടച്ചെടുക്കണോന്ന്, എടുക്കണമെങ്കിൽ എടുക്ക, അല്ലെങ്കിൽ എടുക്കണ്ട. എടുക്കാൻ ഞാൻ വൈക്ക് വീഴുമല്ലോ, അപ്പൊ തുടക്കാം. ആദ്യം തുടച്ചുകൊണ്ട് ആവരുത് എന്ന് മാത്രമേ ഉള്ളൂ. ആദ്യം തുടച്ച് പൈപ്പിൻ്റെ കൊണ്ടിട്ട് വേറെ കഴിയണം. അതും ബക്കറ്റിലിട്ട് കുത്തി 2 ചവിട്ട് ഒരു കുത്തുകയാണ്. മനസ്സിലായില്ല? പിഴിഞ്ഞിട്ടില്ല ഞങ്ങള്. ആ കൊള്ളി കൊണ്ടേക്കാണ് ബക്കറ്റിലിട്ടല്ല ആക്കല്ലേ? പറ്റുമോ? പറ്റൂല. പൈപ്പ് തുറന്നിട്ട് അതിൻ്റെ തൊട്ടിട്ട് ചെയ്യണം. അപ്പോഴല്ലേ ഒലിച്ചു പോകുള്ളൂ. അല്ലെങ്കിൽ അതിന് മേലെ കൂടി വെള്ളം ഒഴിക്കണം. കപ്പ് കൊണ്ടെടുത്ത് ഒഴിച്ചിട്ടായിരിക്കണം. ഇത് പുതിയ സംവിധാനം വരുമ്പോൾ അതിന്റെ പുതിയ വിജ്ഞാനങ്ങള് ശേഖരിക്കണം. ഇല്ലെങ്കിൽ തന്നെ നമ്മളൊക്കെ അള്ളാഹു പുറത്തേറ്റ് അറിയില്ല, നമുക്കറിയില്ലല്ലോ. ആദ്യം പഠിപ്പിക്കേണ്ടതാണ്. അല്ല, ഉറച്ചതാണെങ്കിൽ, ഭൂമി ഉറച്ചതാണെങ്കിൽ രണ്ടിനും ഒരേ നിയമം തന്നെ. ഭൂമി ഉറച്ചതല്ലെങ്കിൽ വറ്റിപ്പോയാല് പിന്നെ മുറ്റത്താണ് മൂത്രമൊഴിച്ചത്, എന്നാ പിന്നെ ഞാൻ അതിന്റെ മേലെ കുറച്ച് വെള്ളം കൂടിയാണ് പറഞ്ഞത്. ഏതിനും പറ്റി പോയിക്കണല്ലോ, ഇനി കുറച്ച് വെള്ളം കൂടിയാണ് പോരാ. അപ്പൊ അതുകൊണ്ട് പറ്റിക്കോളും. ഇനി വറ്റില്ലെങ്കിൽ അത് തുടച്ചെടുത്താൽ മതി. ഇപ്പൊ ടൈലുമ്പോ തന്നെ കുട്ടി മൂത്രമൊഴിച്ച് ഉണങ്ങിപ്പോയിക്കണേ. അപ്പോ ഭാര്യയ്ക്ക് ചിലപ്പോ ഓർമ്മ ഉണ്ടാവും. അപ്പൊ ഉമ്മാനോട് പറഞ്ഞു കാണു, ഓള് കുളിക്കാനോ അല്ലെങ്കിൽ ഓടിക്കാനോ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ടാവും. ഞാൻ വന്നിട്ട് ചെയ്യാം, അപ്പൊ നിസ്കരിച്ചിട്ട് വരാന്നുണ്ടോ. അപ്പോഴാണ് അടുത്ത ആള്. അപ്പം അറിയാടെ ചവിട്ടെല്ലാം അറിയാം. വന്ന് നോക്കുമ്പോൾ അവിടെ കാണണ്ടല്ലോ. അപ്പൊ ഉണങ്ങിന് അതിനകത്ത് പറ്റിയിട്ടുണ്ടാവുള്ളൂ. എന്നാ ഇനി എന്താ അവിടെ ചെയ്യാൻ? അവിടെ തുള്ളി വെള്ളം ഒഴിച്ചാൽ മതി, പ്രശ്നം തീർന്ന്. അപ്പൊ മുറ്റം പോലുള്ള വെള്ളം വലിനോടത്താണ് നല്ല സുഖമാണ്, വേണ്ട ഒഴിച്ചാൽ മതി. ഇനി അതല്ല, ഉറച്ചതായിരുന്നു വെക്കുക, എന്നാ അത് തുടച്ച് ആദ്യം കോരിയെടുക്കണം എന്നാ. ഇനി മണ്ണിലൊക്കെ ആണെങ്കിൽ ആ മണ്ണും അത് പിണഞ്ഞ മണ്ണും കൂടി കോരി ഒഴിവാക്കി വേറെ കിട്ടാം, എന്നാ ശുദ്ധമായി. ഇനി കഴുകേണ്ട ആവശ്യമില്ല, മണ്ണിൽ തന്നെയാണല്ലോ പറയും. ടൈല് പോലുള്ള വീട്ടിന്റെ അകത്ത് പോലുള്ളതിലൊക്കെയാണ് പ്രശ്നങ്ങള്. ഇനി ഇതേമാതിരിയൊക്കെ ഉള്ളതാണ്. അതെ, ഇതേമാതിരി ആണെങ്കിലും അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ബെഡിലാണെങ്കിൽ എന്താ സ്ഥിതി? കഴുകന്നെ കൊണ്ടായിട്ട് എടുത്തോണ്ടായിട്ട് കഴുകന്നെ. അത് കേടരില്ലേ? കേടരില്ല വെച്ചാല് അത് ആദ്യം ചിന്തിക്കേണ്ടതാണല്ലോ. ആദ്യം ചിന്തിക്കേണ്ടതാണ്. അതിലേക്ക് വന്ന കഴുകന്നെ. കഴുകേണ്ട സാധനമാണല്ലോ. ഉന്നമാണി ഉന്നടുത്ത് കൈക്ക് ഉണക്കിയിട്ടിടണം. തലയണയാണ് തലയണതാവണം. കുട്ടികളെ നമ്മളൊപ്പം കിടക്കും. കുട്ടികളെ പിന്നെന്താവും? തലയണൊക്കെ എടുത്തോണ്ട് ഏമ കയറി കിടന്നിട്ട് മൂത്രം ഒഴിച്ചിട്ടുണ്ടാവും. കൊണ്ടേറ്റ് വെള്ളം ഒഴിക്കാന് കഴിഞ്ഞല്ലോ. നജസിന്റെ നിറവും മണവും രുചിയും പോവാന്ന് ഉറപ്പായാൽ മതി. എങ്ങനെ? അടിക്ക് അയക്ക് പാരുകയാണ്, അതിന്റെ മുകളിൽ കൂടി പാരുകയാണല്ലോ.
മോള് കൂടി പാരില്ല, അടി കൊഴുകി പോവല്ലോ. ഇട്ട് കഴിഞ്ഞ് 2 കൊല്ലത്തിലേറെ വെള്ളം വേണം. ഇങ്ങനെ കുറെ വിഷയങ്ങളുണ്ട്. ഉണങ്ങണ്ട. പിന്നെ അത് മൂടുന്ന വെള്ളമാണ് പാർന്നാൽ മതി. നനവുണ്ടായിക്കോട്ടെ, തുടച്ച നനവുണ്ടാവുമല്ലോ. വെള്ളം നജസ് നിൽക്കാൻ പാടില്ല. തുടച്ചെടുത്ത് വറ്റി ഉണങ്ങി പോണമെന്നില്ല. ആ വെള്ളം വെള്ളം കിട്ടാൻ പാടില്ല. എന്നാൽ അതിന് മേലെ വെള്ളാണ്ട് വയ്ക്കാൻ മതി. അത്രയേ ഉള്ളൂ. ഇന്ന് പുതിയ പുതിയ വിഷയങ്ങളെല്ലാം സ്ത്രീകൾക്കൊക്കെ എന്ത് ചെയ്യണം, പഠിപ്പിക്കന്നെ വേണം. പിന്നെ ഇപ്പൊ നമ്മൾ പെരക്കാരോട് ഇങ്ങനെ പലർക്കും ഇങ്ങനെ ചോദിപ്പിച്ചാൽ മതി, അപ്പൊ അങ്ങനെ പഠിച്ചോളൂ. ശ്രദ്ധിച്ചോളെ, എത്ര നജസ വേണ്ടെന്നാ. നമ്മൾ സാധാരണ ഒരു മധ്യമായ കാഴ്ചയുള്ള ആളുണ്ട്, ആ ആളെ കണ്ണോണ്ട് നോക്കിയാൽ കാണുന്ന ഒരു തുള്ളി തെറിച്ചാൽ മതി. അപ്പോ ഡയറക്റ്റ് ഇപ്പൊ ഉദാഹരണം ഇതിന് മുകളിൽ മൂത്രണ്ട് ഒഴിച്ചു, അപ്പൊ ഇവിടെ ചാടിയിട്ട് ഇങ്ങോട്ട് തെറിക്കുമല്ലോ, ആ തെറിക്കണ ഒരു തുള്ളി മതി. ഡയറക്റ്റ് തുള്ളി വേണ്ട, ഉറ്റീന്ന് ഇങ്ങോട്ട് തെറിക്കുമല്ലോ, നമ്മൾ കാണാൻ മാത്രം ഉണ്ടാവുമല്ലോ പരന്ന് തെറിക്കുമ്പോ ആ ഒരു തുള്ളി എറിച്ചാൽ മതി എന്നാണ്. അത്ര മതി, നജസ് തന്നെയാണ്. അതല്ലേ എല്ലാം ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. പിന്നെ അതിലേക്ക് നജസ് ചേർന്നാ തന്നെ നജസായി. എത്ര യുറാബിൽ ബസരിൽ മുഅ്തദിലി കണ്ടോ, സാധാരണക്കാരൻ, ഭയങ്കര കാഴ്ചക്കാരനല്ല, ഏത് ചെറുതും കാണുന്ന ചില ആൾക്കാരുണ്ടാവും. എത്ര ചെറുത് അതല്ല, എത്ര വലുത് കണ്ടാലും കാണാത്തവരുണ്ടോ, ഓലും പരിഗണില്ല. മധ്യമായ കാഴ്ചയുള്ള ഒരാള് നോക്കിയാൽ കാണുന്ന അത്ര ഒരു തുള്ളി മതി കേട്ടോ. അതന്നെ വെള്ളത്തിൽ പൊറുക്കപ്പെടാത്തതും ആയിരിക്കണം. അതിന് നജസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യും. വെള്ളത്തിൽ പൊറുക്കുന്നത് ശരീരത്തിൽ പൊറുത്തോളന്നില്ല, ശരീരത്തിൽ പൊറുക്കുന്നത് വെള്ളത്തിൽ പൊറുക്കുന്നില്ല. ഒറ്റ എക്സാമ്പിൾ പറഞ്ഞ് ഞാൻ നിർത്താം. ഇപ്പൊ കൊതുകിന്റെ രക്തം, കൊതുക് പറഞ്ഞ സാധനല്ലേ, കൊതുകിന്റെ രക്തം, അതിന് കൊതുകിനെ ഒറ്റ അടിയാണ്ട് അടിച്ചു, അപ്പൊ നീ ആ രക്തം ഇങ്ങോട്ട് തൂറ്റി കുപ്പായത്തിലേക്കാണ് തൂറ്റി, ഇതിങ്ങനെ തട്ടിട്ടു. അപ്പൊ നിസ്കരിക്കണേന് കുഴപ്പമില്ല, മനസ്സിലാണ്ടോ? ഞാൻ പറഞ്ഞ മനസ്സിലാണ്ടോ? നേരെ മറിച്ച് അത് കുപ്പായത്തിക്കല്ല തൂറ്റിയത്, വെടുക്ക തൂറ്റിയത്, അതാണ് തട്ടിട്ടും ചെയ്ത്. എന്നാ ഇവിടെ കഴിക്കപ്പോ ഇതിമങ്ങ കലങ്ങിയിട്ട് വലിച്ചു വെക്ക പറ്റൂല. എന്തുകൊണ്ട്? ശരീരത്തിൽ പൊറുക്കുന്നതാണ് വെള്ളത്തിൽ പൊറുക്കാത്ത. അത് ഒന്നുണ്ടാക്കണ വെള്ളത്തിക്കാ ചാടിയത്. നമ്മളിങ്ങനെ അടിച്ചെന്നേക്ക് ഒന്നുണ്ടാക്കാൻ വെച്ച വെള്ളത്തിക്കാണ്ടി ചാടി ഒരു ബക്കറ്റുള്ള വലിയ കൊതുക്കാണെങ്കിൽ പറയേണ്ടി വരില്ലല്ലോ. ആ ജാതി കൊതുവാണെങ്കിൽ അത്യാവശ്യം വലിപ്പുണ്ടാവും. അത് എന്നും പുതിയ പുതിയ ആളുകൾ അഡ്മിറ്റിന് വരുമ്പോഴേ ഡ്രസ്സായി പൊറുക്കപ്പെടും. എത്ര എണ്ണം കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. നേരെ വെച്ച് വെള്ളത്തിൽ പൊറുക്കൂല. എന്നാ കൊതുകിന്റെ ജഡ ഉണ്ടാവുമല്ലോ, ആ തൊലി, അത് പാറിക്കാണ്ട് നമ്മളെ വെള്ളത്തിൽ കണ്ടു വീണ്, അതിൽ രക്തമൊന്നും ഇല്ല കേട്ടോ. അടി ആ ജാതി അടിയാണ്. അപ്പൊ ആ ഇത് മാത്രമേ ഉള്ളൂ, കയ്യും കാലും കൂടി അയക്കാണ്ട് വീണ്, എന്നാ അതിന് പ്രശ്നമില്ല. നേരത്തെ ആ അടി കൊണ്ട് കുപ്പായത്തൊക്കെ ചാടിയത് വെക്കുക, എന്നാ തൊലി പൊറുക്കപ്പെടൂല എന്നാണ്. ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞ് നിർത്താൻ പെട്ടെന്ന് അത് ട്രാൻസ്കേറ്റാൻ പറ്റൂല. അല്ലെങ്കിൽ നമ്മളാ രക്തം കൂടി പിടച്ചോ ഒറ്റ ആണ്ട് വരുത്തി, ആ തൊലി പെടാണ്ട് ഒട്ടി, എന്നാ തൊലി പൊറുക്കപ്പെടൂല. അങ്ങനെയാണ്, ഓരോന്നിനും ഓരോരോ പ്രത്യേകതകളുണ്ട്. പറയട്ടെ, പറയാം, നിർത്ത, സമയം കുറെ ആയി, ഇനി പലർക്കും പലയിടത്തും പോകണ്ട. ഏതായാലും പറഞ്ഞിട്ടല്ലേ. പിന്നെ നിസ്കാരത്തിൽ അത് പൊറുക്കപ്പെട്ടേക്കാം. ഇനി നജസ് വെള്ളമല്ലാത്തത് പോലെ തന്നെ വെള്ളത്തിൽ മാത്രല്ല ഈ പ്രശ്നം, വെള്ളം അല്ലാത്തതിലും ഈ പ്രശ്നമുണ്ട്. ഇപ്പൊ നമ്മളെ ചായ വെച്ച്, ചായ പായസമൊക്കെ വെച്ച് ഇതിലെന്തേലും ചാടിയാലോ, മനസ്സിലാണ്ടോ? പായസത്തിന് കാണുന്നതായത് കുട്ടി മൂത്രം ഒഴിച്ചത് എന്താ കാട്ടുക, അവിടെ നിന്ന് മുക്കി കളഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ലാന്ന്. അതാ ണ്ടോ, നനഞ്ഞ സാധനം, നനഞ്ഞ മാവ് കുഴച്ചാണ് പുട്ടിനെല്ലാം പൊടി ഉതിർത്തി വെച്ചപ്പോഴേ നല്ല പാകായിട്ട് ഉതിർത്തി വെച്ചാ ചില മക്കൾക്ക് വലിയ കുരുത്തക്കേടാണ്. കാരണം ഓന്താവും അടുത്ത് കണ്ട് അയക്കൊണ്ടുണ്ട് ചോദിച്ചു, കുട്ട തൊട്ടി പാത്രത്തോടൊന്നും കണ്ടേ ഉണ്ടാവും. ഒരു വലിയ ഭാവിയിൽ വലിയ വളവന്മാരും വലിയ ബിരുദന്മാരൊക്കെ ആവും, അത് വേറെ കാര്യം. പക്ഷെ ഇന്ന് നമുക്ക് സ്വീപ്പാണ്, ആകെ കൊടുത്ത മുട്ടുപൊടി അയിമ തീർന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചായ ഉണ്ടാക്കി വെച്ചിരുന്നു, അയക്കണം, അല്ലെങ്കിൽ കഞ്ഞിയായിരുന്നു,
എന്നാ പിന്നെ അത് പറ്റൂല, മൊത്തം നജസാവുന്ന. അത് എത്ര അവിടെ പിന്നെ കൊല്ലത്തെ കണക്കൊന്നുമില്ല. 500 ലിറ്റർ പായസം ഉണ്ടാക്കി വെച്ചാണ് ഒന്നിച്ച് അയക്കണത് ചാടിയതെക്കുന്ന മൊത്തം പോയി. ഇനി വെള്ളത്തിന്റെ മാതിരി പകർച്ച അയക്കണോ, കുറച്ചല്ലേ ഉള്ളൂ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. 500 ഗ്ലാസ് ചായ ഉണ്ടാക്കി വെച്ചതാണേ, അത് പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ. ലാബി ഉസൂൽ നല്ല ശ്രദ്ധിച്ചു. ഈ വെള്ളം പോലോത്തതില് ഞാൻ നേരത്തെ കൊതുകിന്റെ ജഡം ചാടിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞില്ലേ, അതാണ് ഇനി പറഞ്ഞത്. ലാബി ഉസൂലി മൈത്തത്തിൻ, ശവം ചേരൽ കൊണ്ട് പ്രശ്നമില്ല. എങ്ങനത്തെ ശവ? ലാ ദമ ലിജിൻസിഹാ, അതിന്റെ ഇനത്തിനില്ല. സായിലുൻ, ഒലിക്കുന്ന രക്തമില്ല. നമ്മൾക്കിപ്പോ വേഗം ഓടിയിട്ടുണ്ടാവുക അതിന്റെ പുറത്തോടെങ്കിലും രക്തമുണ്ട് കാണുന്നില്ല എന്നാണ്. അതല്ല, ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവി എന്ന് പറഞ്ഞ ഏതാ? എന്റെ ശക്തി ഉളുവിൻ മിൻഹാ, അതിൽ നിന്റെ ഒരവയവം മുറിക്കണേത്ത് രക്തം വരൂല. ഇപ്പൊ കൊതുകിന്റെ കാല് നമ്മൾ പറിച്ചെടുത്ത് എന്നാ രക്തം ഉറ്റൂല. പിന്നെ വണ്ടിന്റെ കാലിന് മുറിച്ചെടുത്ത്, അല്ലെങ്കിൽ തേളിന്റെ കോമ്പ് കട്ട് ചെയ്ത് എന്നാ രക്തം ചാടൂല. അതൊന്നും ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവികളാണ്. അപ്പൊ ഇനി ഒരു തേള് പെട്ടെന്നേക്കാണ് വീണീന്ന്, അതുകൊണ്ട് എസ്സാവൂല. അതായത് കിടന്ന് ചിഴിഞ്ഞ് ആകെ തുമ്പില്ലാതെ എന്നാ പിന്നെ നേരത്തെ പറഞ്ഞ ഉക്കുവിലേക്ക് പോയല്ലോ, പകർച്ച എന്നുള്ള വിഷയത്തിലേക്ക് പോയി. അതൊക്കെ അക്കറബ് പറഞ്ഞ തേള്. പല്ലിക്ക് ഒലിക്കുന്ന രക്തമില്ല, വാലുവിന് രക്തം വരില്ലല്ലോ. വരോ? ഇല്ലേ. രക്തം വരണ്ട? രക്തണ്ടാ? തലക്കടിച്ചുമ്പോ തലക്ക് വരില്ലേ? എന്നാ ഇതിൽ പറയണത് എങ്ങനെയാണ്? പല്ലിക്ക് രക്തമില്ല എന്നാണ്, രക്തമില്ലാത്ത ജീവിയാണ്. ഒഴുകണ തൊളകൂടെ കയറില്ല. ഇല്ല, അതവിടെ അതാ പറഞ്ഞേ. ഇല്ല ആ സാധനം എത്തിയത് അങ്ങോട്ട് പറയുമ്പോ പല്ലിയനെ ഇരുന്ന് വീണ്, അല്ലെങ്കിൽ തേളന്നെ വീണിക്കണ്, ആ വെള്ളം കിണതിക്കണ്, പകർച്ചയിക്കണ്, കിട്ട് വാസന ഉണങ്ങിക്കിടുന്നു, പിന്നെ പറ്റൂല. വളരെ സീറ, അത് കുറഞ്ഞ പകർച്ചയാണെങ്കിലും പറ്റൂല. അതുകൊണ്ട് വെള്ളം നജസാകുന്നതാണ്. അതിൽ സർത്താൻ ഞണ്ട് ഇനത്തിൽ പെടൂല. ഇത് രണ്ടുകൊണ്ടും വെള്ളം നജസാവും. അപ്പൊ ഞണ്ട് വീണ് ചത്താലും തവള വീണ് ചത്താലൊക്കെ വെള്ളം നജസാകും. ഞണ്ടിന് രക്തം ഉണ്ട് എന്നാണ് ഇപ്പൊ പറഞ്ഞത്. പിന്നെ ഖിലാഫല്ലി ജമ്മി, ഒരു കൂട്ടർ പറഞ്ഞത് ഇത് രണ്ടും വെള്ളത്തിൽ, ഇതിപ്പോ രക്തം നോക്കിയിട്ടല്ല, അതുകൊണ്ട് വെള്ളത്തിൽ നിന്നുണ്ടാകുന്ന ജീവി എന്ന നിലയിലാണ്. പിന്നെ വലാബി മൈത്തത്തിൻ കാന നുഷ്ഉഹാ മിനൽ മായി, വെള്ളത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ജീവിയാണ്. വെള്ളത്തിൽ ഇങ്ങനെ ഉണ്ടാവുമല്ലോ അട്ട, വെള്ളത്തിൽ കൂത്തുണ്ടാവും, ഒരിങ്ങനെ നടക്കുന്ന കൂത്തൻ ഇല്ലേ? കൂത്തൻ തന്നെ മനസ്സിലായില്ല. അടക്കൊക്കെ ഇട്ട കൂത്തം വരില്ലേ? ആ വെള്ളത്തിലും വരേ. ശരിക്കും കൊതുക് മുട്ട ഇട്ടിട്ട് വിരിനാണ് സംഭവം. കുറച്ച് കഴിഞ്ഞാൽ പൊതുവെ പോറും ചെയ്യും. അതക്കൽ അലക്കി, അട്ട പോലെ. അട്ടപ്പ വെള്ളത്തിലുണ്ടാണ്. അട്ടാറിന ജീവിയല്ലേ, ചികിത്സല്ലേ അട്ടനെ കടുപ്പിച്ചല്. കൊണ്ടുപോയിട്ട് അട്ടനെ ഒന്ന് മേലെക്ക, അട്ടനെല്ലാം കുട്ടിച്ച് നിറക്കും, ബലൂണായിട്ടുണ്ടാവും. മനസ്സിലാവുണ്ടോ? പിന്നെ ഇനി ശ്രദ്ധിച്ചോളിട്ടോ, ഈ പറഞ്ഞ നജസിനെ ഇപ്പൊ പല്ലിയായിക്കോട്ടെ, അല്ലെങ്കിൽ കൊതുകായിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ തേളായിക്കോട്ടെ, ഇതിനെ ഒരാൾ കൊണ്ടുപോയി വെള്ളത്തിൽ മനഃപൂർവ്വം ഇട്ടുവെക്ക, എന്നാ നജസായി. കാരണം ധിക്കാരം എന്നാണ് അതിന്റെ പേര്. മനസ്സിലായില്ല? കൊതുകിന് ഈച്ചക്കൊക്കെ മരുന്നാണ്ട് വെച്ച്, കൊതുക് ഈച്ചൊക്കെ കൂടി എന്ത് ചെയ്ത് ഒരു മുറ ഉണ്ട് അടിച്ചുകൂട്ടി വെക്കുമ്പോ അതുകൂടി ബക്കറ്റ് കണ്ടിട്ട് വെള്ളത്തിക്ക് നജസാവില്ല ഇറങ്ങണ പറഞ്ഞിട്ട് കാര്യമില്ല, അത് പറ്റൂല. അതാ നീ പറഞ്ഞു. ഈ പറഞ്ഞതിൽ നിന്നുള്ള നജസിനെ ഒരാൾ കൊണ്ടേയിട്ടാലോ നജുസ, ആ വെള്ളം നജസാകുന്നതാണ്. മുക്കല്ലഫ് അല്ലാത്തവനാണെങ്കിലും ശരി, കുട്ടിയെ കൊണ്ടേയിട്ടത് എന്നാലും പറഞ്ഞിട്ട് കാര്യമില്ല.
ഇനിയിപ്പോ മറ്റൊരു ചർച്ച കൂടിയല്ലേ, ജീവനുള്ള ചാടിയാലോ പാമ്പ് ചാടി കിണറ്റിക്ക്. പാമ്പ് ഇങ്ങനെ കുറെ നേരം വെള്ളത്തിൽ ഇങ്ങനെ നടന്ന് എന്ത് ചെയ്ത് നമ്മള് കൊട്ടിട്ടച്ചാല് ചാക്കിട്ടച്ചായി കയറി അത് നമ്മള് വനവാല കൊടുത്തു പോലെ കൊണ്ടുപോയി ചെയ്തു. അപ്പോഴോ അതിന് പ്രശ്നമൊന്നുമില്ല. അല്ലെ പൂച്ചൻ ചാടി, അല്ലെ കുറുക്കനൻ ചാടി, കുറുക്കൻ അങ്ങനെ ഇരിക്കുന്നുണ്ട്, നമ്മൾ കൊട്ടിട്ടെടുത്തപ്പോ കയറില്ല, അപ്പൊ പുറത്തേക്ക് പോകാൻ ചോദിക്കൂടി, രണ്ട് നീന്തലയില് അതിൽ എങ്ങനെയോ തൊടട്ട് കയറ്റി കരക്കേറ്റിട്ട് എന്ത് ചെയ്ത് ആ തൊട പൊട്ടിച്ചു കൊടുത്തു, അതാണ് പോകാനും ചെയ്ത്. എന്നാ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ആ അതാ ഉണ്ടോ വല അതല്ലി തൊറിഹിൽ ഹയ്യ് മുത്തലക്കൻ, നീക്ക് ഇട്ടാലും കുഴപ്പമില്ല, ജീവനിട്ടു. ഒരു പല്ലിനെ വെള്ളത്തിൽ കണ്ടു, പല്ല് നീന്തിപ്പോയി കടപ്പുറത്ത് എന്നാ അതുകൊണ്ട് നമ്മളെ വെള്ളം നെസാവൂല. ഇനി വീണാലും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഈ പിന്നെ പൂച്ച അല്ലെങ്കിൽ കുറുക്കൻ ഇതൊക്കെ വീഴുമ്പോ ശ്രദ്ധിക്കേണ്ട, രോമം പോന്നിട്ടുണ്ടോ നോക്കണം. ഇൻഷാല്ലാ ചർച്ച ശേഷം വരണ്ട്, അവിടെ നമുക്ക് വിശദമായി പറയുകയും ചെയ്യാം. നിർത്തുക, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇങ്ങനെ കുറെ മസലകൾ ഉണ്ട്. ഇൻഷാല്ലാ പരസ്പരം അങ്ങോട്ട് ചോദിച്ചും പറഞ്ഞൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കുട്ടി ഉറപ്പിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു കബൂൽ